ഇനി ടിക്കറ്റുകൾക്കായി ക്യൂവിൽ നിൽക്കണ്ട, ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ മുഴുവൻ യാത്രയും ചെയ്യാം. ഇനി മുതൽ മെട്രോ, ബസ് ഓരോന്നിനും വേറെ വേറെ കാർഡുകൾ ആവശ്യമില്ല. വെറും 50 രൂപ കാർഡിൽ എല്ലായിടത്തും ട്രാവൽ ചെയ്യാം. ദിവസേന യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ആപ്പ്, ഒരു കാർഡ്, യാത്ര ഇനി വളരെ എളുപ്പം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരത് യാത്രാ കാർഡിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ടിക്കറ്റുകൾക്കായി നീണ്ട ക്യൂ, കയ്യിൽ കാശ് ഉണ്ടോ ഇല്ലയോ എന്ന ടെൻഷൻ, ഓരോ നഗരത്തിലും വേറെ വേറെ കാർഡുകൾ എടുക്കണോ എന്ന കൺഫ്യൂഷൻ, ഇവയെല്ലാം നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതിനൊരു ഉദാഹരണമാണ് ഓഫീസ് സമയത്ത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുന്നതിനായി ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടാകും. ആ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മെട്രോയിൽ കയറി നമ്മൾ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ടൈം ലേറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട്. മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, നമ്മളുടെ ബാലൻസ് കാശ് ചോദിക്കുമ്പോൾ കണ്ടക്ടർ അത് ഇല്ല എന്ന് പറയുന്നു എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ ഏത് കാർഡാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ പല സംശയങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യമായി തോന്നാം. പക്ഷെ ദിവസേന ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യാത്ര തന്നെ നമ്മൾ മടുത്തു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരൊറ്റ സ്മാർട്ട് സൊല്യൂഷൻ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്, ഭാരത് യാത്രാ കാർഡ്. ഇനി നമുക്ക് എന്താണ് ഭാരത് യാത്രാ കാർഡ് എന്ന് മനസ്സിലാക്കാം. ഭാരത് യാത്രാ കാർഡ് ഒരു സ്മാർട്ട് മൊബിലിറ്റി കാർഡാണ്. ഇതിന്റെ ഔദ്യോഗിക പേര് റൂപേ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്നാണ്. വളരെ ലളിതമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു പ്രീപെയ്ഡ് കോൺടാക്ട്ലെസ് കാർഡാണ്. സാധാരണ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ സ്വാപ്പ് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഈ ഒരു കാർഡും നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് പ്രത്യേകമായി പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കാർഡാണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എവിടെയൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ RTC അല്ലെങ്കിൽ സിറ്റി ബസ്സുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. NCMC സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ട്രാവൽ നെറ്റ്വർക്കുകളിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വളരെ ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഒരു സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾ രാവിലെ മെട്രോ യൂസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഓഫീസിൽ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് RTC ബസ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോകുമ്പോൾ മെട്രോ കാർഡ് എടുക്കേണ്ടി വരും, ബസ്സിൽ കയറുമ്പോൾ ബസ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെയാണ് ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു ഒറ്റ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് മെട്രോ യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബസ്സിൽ കയറുമ്പോഴും നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിനായി ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഓരോ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പേയ്മെന്റ് ആണ്. ഒന്നുകിൽ മെട്രോയിൽ കയറുമ്പോൾ മെട്രോ ടിക്കറ്റ് എടുക്കുന്നു, ബസ്സിൽ കയറുമ്പോൾ ബസ് ടിക്കറ്റ് എടുക്കുന്നു എന്നിങ്ങനെ പലതരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഭാരത് യാത്രാ കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് ഗോ. ഇനി നമുക്ക് പഴയ സിസ്റ്റവും പുതിയ സിസ്റ്റവും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. മുൻപത്തെ സ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ നഗരത്തിനും നമ്മൾ വേറെ വേറെ കാർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറെ ആപ്പ് യൂസ് ചെയ്യുന്നു, വേറെ നിയമങ്ങൾ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പണം മാത്രമല്ല നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നഷ്ടമാവുകയാണ്. ഇനി മുതൽ ഭാരത് കാർഡ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എല്ലാ യാത്രകളും ചെയ്യാൻ സാധിക്കും. ഒരേ ലോജിക്കാണ്. അതുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ എനർജിയും സമയവും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രത്യേകമായും വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്നത് ദിവസേന യാത്ര ചെയ്യുന്ന, അതായത് ഓഫീസിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു കാർഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദിവസവും നമ്മൾ 10-15 മിനിറ്റ് ക്യൂവിൽ നിന്ന് സമയം കളയാറുണ്ട്. ഓരോ ദിവസത്തെയും ഈ ഒരു 10-15 മിനിറ്റ് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് നിരവധി സമയം സേവ് ചെയ്യാനും ആ ഒരു സമയം മറ്റ് പ്രൊഡക്റ്റീവ് വർക്കുകൾക്കായി നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് കോൺടാക്ട്ലെസ് പേയ്മെന്റ്. അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കാർഡ് കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് നൽകേണ്ടതില്ല, ചില്ലറയ്ക്കായി വെയിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ഗേറ്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ ബസ്സിൽ കാർഡ് ടാപ്പ് ചെയ്താൽ മതിയാകും. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എത്ര രൂപയാണോ ആ ഒരു ടിക്കറ്റിന്റെ പ്രൈസ് അത് സ്വയം ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ റൂപേ പേയ്മെന്റ് നെറ്റ്വർക്ക് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് സേഫ് ആണ്, സെക്യൂർ ആണ്, നമ്മളുടെ പണം നഷ്ടമാകുമെന്ന ടെൻഷനും നമുക്ക് വേണ്ട. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് KYC ആവശ്യമുണ്ടോ? ഉത്തരം വളരെ സിമ്പിൾ ആണ്, KYC ആവശ്യമില്ല.
ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ ആധാറോ പാനോ അഡ്രസ് പ്രൂഫോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കാർഡ് വാങ്ങുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ഉടൻ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷേ KYC ഇല്ലാത്തത് കൊണ്ട് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഈ ഒരു കാർഡിൽ 2000 രൂപ വരെ മാത്രമേ നമുക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ബാലൻസ് മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് ഭാരത് യാത്ര ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാർഡ് മാനേജ് ചെയ്യുന്നത് ഭാരത് യാത്ര ആപ്പ് ആണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത് അത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ എത്ര രൂപ ചിലവാക്കി എന്നുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്പിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആപ്പ് സെറ്റപ്പ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഭാരത് യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം കാർഡിന് പിന്നിലെ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാർഡ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു. വലിയ ഫോം ഒന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റിംഗ് ടൈം ഇല്ല. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാർഡിൽ റീചാർജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റീചാർജ് ചെയ്യുന്നതും വളരെ സിമ്പിൾ ആണ്. ആദ്യം തന്നെ ആ ഒരു ആപ്പ് തുറക്കുക. അതിനുശേഷം ആഡ് മണി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എത്ര രൂപയാണോ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യുക. UPI വഴി പേയ്മെന്റ് നടത്തുക. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം പോലുള്ള എല്ലാ കോമൺ ആപ്പുകളും ഇതിൽ സപ്പോർട്ടും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ബാലൻസ് ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് ഉടൻ തന്നെ ബസ്സോ അല്ലെങ്കിൽ മെട്രോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു കാർഡ് എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഈ കാർഡിനായി നിങ്ങൾ എവിടെയും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. വെറും 50 രൂപ നൽകി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഓർഡർ ചെയ്യാം. നിങ്ങൾ ഏത് അഡ്രസ് ആണ് നൽകിയത് അവിടേക്ക് ഈ ഒരു കാർഡ് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. ചില സിറ്റീസിൽ 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി തന്നെ സാധ്യമാണ്. ഇപ്പോൾ ഭാരത് യാത്ര കാർഡ് സർവീസ് നിലവിലുള്ള നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, അഹമ്മദാബാദ് എന്നീ നഗരത്തിലാണ് ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഉടൻ തന്നെ കേരളത്തിലും എത്തും. ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉടൻ തന്നെ ഇന്ത്യയിലെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഈ ഒരു കാർഡ് വരികയും ചെയ്യും. കൊച്ചിയിലും ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമായ ഘടകമാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ മുകളിൽ പറഞ്ഞ നഗരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് ഭാരത് യാത്ര കാർഡ്, ആർക്കൊക്കെയാണ് ഇത് നേടാൻ സാധിക്കുന്നത്, ഈ ഒരു കാർഡിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഒറ്റ കാർഡ് ഉപയോഗിച്ച് നമുക്ക് മെട്രോ, ബസ് എന്നിവയെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു വീഡിയോനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് താഴെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.